നമസ്കാരം. ഇന്നിവിടെ വരാനും ഇവിടെ എല്ലാവരെയും കാണാനും പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് തന്നെ കരുതുന്നു. അതിനിടെ തന്ന മലയാള മനോരമയ്ക്കും പ്രത്യേകിച്ച് ജോസ് സാറിനും സ്നേഹാദരങ്ങളോടെ നന്ദി പറയുകയാണ്. വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്നിടത്തെ വീട് എന്ന് നമ്മൾ വിളിക്കുമെങ്കിൽ മനോരമയുടെ ഓരോ പ്രോഗ്രാമും സ്വന്തം വീട്ടിലേക്ക് വരുന്ന പോലുള്ളൊരു അനുഭവമാണ് എനിക്ക് പ്രദാനം ചെയ്യാറുള്ളത്. മനോരമയുടെ ഓരോ ക്യാമ്പുകൾ ജോസ് സാറ് ഇങ്ങനെ എത്രയോ കാലം മുമ്പ്, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ 10-25 വർഷം മുമ്പ് ഉള്ള കുട്ടിക്കാലത്തെ, അതുപോലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ക്യാമ്പുകൾ, മനോരമ സംഘടിപ്പിച്ച ക്യാമ്പുകൾ ഓർക്കുന്നു. ഇന്നും ജോസ് സാറ് അവിടെ നിന്ന് പറഞ്ഞു തന്ന വാക്കുകളുടെ വെളിച്ചമാണ് മനസ്സിനെ, ഇരുട്ടിനെ എനിക്കെപ്പോഴും എഴുത്തിൻ്റെ രംഗത്ത് അകറ്റാൻ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടെ ജോസ് സാറിനും മനോരമയ്ക്ക് നന്ദി പറയാണ്. അതുപോലെ ഇവിടെ ജയചന്ദ്രൻ സാർ എത്രയോ വലിയ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് കേട്ട് മനസ്സ് നിറഞ്ഞ ആ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് ഇവിടെ വരാൻ അതിന് അനുവാദം തന്ന കാലത്തിൻ്റെ മാസ്മരിക ഭംഗിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ എനിക്ക് സാറോട് ചോദിക്കാനുള്ളത്, ഇവിടെ വരിക ഗന്ധർവ ഗായിക എന്നുള്ളത് ഒരു ഗുരു സമർപ്പണത്തിൻ്റെ അക്ഷരങ്ങളുടെ തിളക്കത്തെ ഉള്ളിലേക്ക് ഇറ്റിച്ചു തരുന്ന വാക്കുകളുടെ ഭംഗിയെ ഹൃദയത്തിലേക്ക് വിടർത്തുന്ന ഒരു പുസ്തകമാണ്. സത്യസന്ധതയോടെ, അതായത് ഒരു കണ്ണാടിയിൽ എന്ന പോലെ അത് എഴുതുന്ന ആളുടെ മനസ്സും അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ സംഗീതത്തിൽ ആത്മസമർപ്പണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സാറ് പറഞ്ഞാൽ നന്നായിരുന്നു. ആദ്യമായിട്ട് എന്നെ വലിയ വലിയ സംഗീത സംവിധാനം, അപ്പോൾ ചിലപ്പോൾ എൻ്റെ തടി കണ്ടിട്ടായിരിക്കും വലുത് എന്ന് പറയുന്നത്. പക്ഷെ തടി ഇപ്പോൾ കുറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത്രയും 135 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ ഒരു 95 കിലോയിലോട്ട് വരുന്നതിൻ്റെ ഒരു ചെറുപ്പം എനിക്കുണ്ട്. ആത്മസമർപ്പണം എന്ന് പറയുന്നത് എൻ്റെ മക്കളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആദ്യമായിട്ട് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത്. വാട്ട് ഡു യു എയിം ഫോർ? വാട്ട് യു വാണ്ട് ടു അച്ചീവ്? വേർ ഈസ് യുവർ ഡെസ്റ്റിനേഷൻ? ഇത് അതാണ് പ്രയോറിറ്റി ഇൻ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ഒരു പ്രയോറിറ്റി, നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി ഇതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം മ്യൂസിക്കാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ, സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കടൽ പോലെയാണ്. അതിൽ ഒരു സംഗീത സംവിധായകനാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞാണ്. അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവസാനത്തെ ഒരു ബ്രത്ത് വരെയും ആ ചേസ് നടന്നുകൊണ്ടിരിക്കും. ചേസ് യുവർ പാഷൻ എന്ന് പറയുന്നത് അതാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ അത് സറണ്ടറാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ പ്രയോറിറ്റി കറക്റ്റായിട്ട് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി മ്യൂസിക് കോമ്പോസിഷൻ, നമ്പർ 2 സെയിം, നമ്പർ 10 സെയിം, നമ്പർ 100 സെയിം, നമ്പർ 1000 ഓൾസോ ദ സെയിം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ പ്രയോറിറ്റി നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ 1 തൊട്ട് 1000 വരെയും സംഗീതം തന്നെ, സംഗീത സംവിധാനം തന്നെ. എനിക്ക് സംഗീതം ചെയ്യണം, എനിക്ക് സംഗീത സംവിധാനം ചെയ്യണം, എനിക്ക് പറ്റൂല, അല്ലാതെ പറ്റൂല. എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പോയി പറയും, അമ്മ എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പറയും, ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഇങ്ങനെ ശല്യപ്പെടുത്തരുതേ, നിൻ്റെ ഒരു സമയം വന്ന് ചേരും, നീ അതിനു വേണ്ടി പ്രവർത്തിക്കുക. 24 മണിക്കൂറില്ലേ, ആ 24 മണിക്കൂറിൽ നീ ഉറങ്ങാനായിട്ട് ഒരു 3-4 മണിക്കൂർ എടുക്കുക. ബാക്കിയുള്ളതിൽ ഒരു 12 മണിക്കൂർ നീ സംഗീതത്തിലായിരിക്കുക. നിൻ്റെ പ്രയോറിറ്റി അതാണെങ്കിൽ ആ സംഗീതം പഠിക്കുക, സംഗീതം അനുഭവിക്കുക. ഓൺലി എക്സ്പീരിയൻസ് ഈസ് നോളജ്, എനിത്തിങ് എൽസ് ഈസ് ഓൺലി ഇൻഫർമേഷൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ യു ഹാവ് ടു എക്സ്പീരിയൻസ്. നമുക്കറിയാം, സരിഗമ പദനി എന്നുള്ള 7 സ്വരങ്ങൾ ആണെന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലേ? അതുപോലെ ഡോറെമി ഫ സോല ടി എന്ന് അവരുടെ വെസ്റ്റേൺ സംഗീതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, അല്ലേ?
അപ്പോൾ ഇതൊക്കെ നമുക്ക് ടെക്നിക്കലായിട്ട് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു നോട്ടിൻ്റെ ഇംഗ്ലീഷുകാർ ABCDEFG എന്ന് ഈ 7 നോട്ട്സിന് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്ന നോട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഫിസിക്സ് ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 440 ഹേർട്സ്. അപ്പോൾ 440 ഹേർട്സ് ഉള്ള ഒരു ശബ്ദം പുറപ്പെടുപ്പിച്ചാൽ അത് എ എന്നുള്ള നോട്ടിൻ്റെ സംഗീതമാവുമോ? ഇല്ല. അതിൻ്റെ സംഗീതമാവണമെങ്കിൽ അതിന് അനുഭവം വേണം. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു യാത്ര വേണം. അവരൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. സാരമില്ല കേട്ടോ, ഞാനും ഇങ്ങനെ പല ക്ലാസ്സുകളിൽ ഇരുന്ന് സാരമില്ല, ഞാൻ വിട്ടുകളഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, വേറെ ആർക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഞാനും നിർത്തും കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? അത് ഇല്ല എന്നുള്ളതിന് കുറവാണ്, വോയിസ് കുറവാണ്. പലരും മിണ്ടാണ്ടിരിക്കുക, സൈലൻ്റാണ്. സൈലൻസ് സേസ് യെസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ തിയറിയൊന്നും ഞാൻ പറയുന്നില്ല. ആത്മസമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങോട്ടാണോ, ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ നമ്മൾ എത്തേണ്ടത്, അതിനെ മാത്രം ഉന്നം വെച്ച്, അതിനെ മാത്രം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആ മാത്രം ഉന്നം വച്ച് നമ്മൾ നടക്കുക. അപ്പോൾ അതിൽ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പറ്റി അറിയാമോ? ഇപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ. അപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്, നിങ്ങൾക്ക് പറക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പറക്കുക. നിങ്ങൾക്ക് ഓടാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓടുക. നിങ്ങൾക്ക് നടക്കാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നടക്കുക. നിങ്ങൾക്ക് ഇഴയാനേ പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഴയുക. ഇത് നിങ്ങൾ എന്ത് ചെയ്താലും അത് മുന്നോട്ട് തന്നെ ആയിരിക്കണം. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള, നമ്മൾ ഏത് രീതിയിലും നമ്മൾ ഗമിച്ചാലും, നമ്മുടെ ഗമം, ആ ജേണി ഏത് വഴിയിലായാലും നമ്മൾ മുന്നോട്ട് തന്നെ ആകണം എന്നുള്ളതാണ്. ആ മുന്നോട്ടുള്ള യാത്ര ഒരു ഡെസ്റ്റിനേഷൻ തന്നെ നോക്കി നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആത്മസമർപ്പണം എന്ന് വിളിക്കാം. നമസ്കാരം ജയൻ ചേട്ടാ. അപർണ സംസാരിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പക്ഷെ അറിയാവുന്ന ഒരു പാട്ട് ഇത് കേട്ടിട്ടുണ്ടോ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് ദേവരാം മാസ്റ്ററുടെ പാട്ടാണ് കേട്ടോ. അത് എഴുതിയതാരാ? എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ ONV എന്ന് പറയുന്നുണ്ട്. ONV സാർ, ONV സാറിനോട് ചില പാട്ടുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ONV സാറിൻ്റെ കൊച്ചുമകളാണ് അപർണ. അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അപർണ മുത്തശ്ശൻ എന്നാണ്. അപ്പോൾ മുത്തശ്ശൻ്റെ ആ പാട്ടിൻ്റെ പല്ലവി ഒന്ന് അപർണ ഒന്ന് പാടി കൊടുക്കണം. തീർച്ചയായിട്ടും ചേട്ടാ. ഇതിൽ ഒരു രസമുള്ളത്, മ്യൂസിക്കിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. അപ്പോൾ ONV സാർ എഴുതി കൊടുക്കുകയാണ്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി. അപ്പോൾ നമ്മൾ അരികെ ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എങ്ങനെ സംസാരിക്കും? ഒരു വിസ്പറല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അടുത്തടുത്തിരിക്കുമ്പോൾ അരികിൽ എന്ന് ആരും പറയില്ലല്ലോ, ഇല്ലേ? ഇപ്പോൾ അകലെ ആണെങ്കിൽ അകലെ എന്നാരും പറയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അപ്പോൾ അരികിൽ, അരികിൽ. അതുപോലെ സ്നേഹത്തിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടുണ്ട്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, എല്ലാവർക്കും ദേഷ്യം വരും. എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരും അല്ലേ? ഇസ് ഇറ്റ് നോട്ട്? വീട്ടിൽ അമ്മയൊക്കെ വഴക്ക് പറയുമ്പോൾ അങ്ങനെയല്ലേ? ശബ്ദം ഇങ്ങനെ ഉയരും. പക്ഷേ ഭയങ്കര സ്നേഹം വന്ന് മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ശബ്ദം താഴും. അപ്പോൾ സ്നേഹം കൂടുന്തോറും ശബ്ദം താഴും അല്ലേ? സ്നേഹം കുറയും തോറും ശബ്ദം കൂടും. അപ്പോൾ അരികിൽ, അതാണ് ദേവരാം മാസ്റ്റർ ഇതിനകത്ത് കാണിച്ച്, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അരികിൽ, അരികിൽ എന്നല്ല, അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യല്ലേ? ഇപ്പം ഞാൻ വേറെ അരികിൽ നീ
ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആൾ എണിച്ച് പോവും, അല്ലേ അല്ലേ? അതാണ് അരികിൽ നീ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇപ്പോൾ ഇതാരോടാണോ പറയുന്നത് ആ ആൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ പോരും, ഫ്ലൈറ്റ് പിടിച്ചെങ്കിലും പോരും. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഭാവം, അതാണ് അനുഭവം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലേ? ഇതിൽ ദേവരായ മാസ്റ്റർ വെറുതെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ, അല്ലേ? വെറുതെ, വെറും വെറുതെ. പക്ഷേ ദേവരായ മാസ്റ്റർക്ക് ഇത് വെറും വെറുതെ അല്ല. വെറുതെ എന്നുള്ളതിന് പല ഈണങ്ങൾ കൊടുത്തിട്ടുണ്ട് പാട്ടിൽ. ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി. അത് പാടുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് പറഞ്ഞാൽ അതൊട്ടും വെറുതെ അല്ല, അല്ലേ? അത് കരിങ്കല്ലെടുത്ത് വെച്ചതാണ്. അതേസമയം ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് പറഞ്ഞാൽ വെറുതെ ആയിട്ട് അത് പാടും. ചേട്ടൻ ഇതെനിക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാണ് ഓർക്കുന്നത്. ഒരു മാത്ര വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി, അതാണ്. അപ്പോൾ വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി. അങ്ങനെ പല വെറുതെ ഉണ്ട് ഇതിനകത്ത്. അതൊന്നും വെറുതെ അല്ല. അപ്പോൾ വെറുതെ എന്നുള്ള വെറുതെയുള്ള ഒരു വാക്ക് അല്ല എന്നും ഈ പാട്ടിൽ ആ വെറുതെ എന്ന് പറയുന്നിടത്ത് ഒരുപാട് പ്രണയം ധ്വനിക്കുന്നുണ്ടെന്നും ദേവരായ മാസ്റ്റർ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അതിന് സംഗീതം ചെയ്തപ്പോഴത്തേക്കും ഇത്തരം അനുഭവങ്ങൾ അതിൽ നിറച്ചു വച്ചിട്ടുണ്ട് എന്നിപ്പോഴല്ലേ മനസ്സിലായത്, അല്ലേ? അപ്പോൾ മനസ്സിൽ ആവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരൊക്കെ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് നമ്മളെല്ലാവരും നടക്കുന്നത്, അല്ലേ? അപ്പോൾ അവരെ ഓർക്കുകയും അവർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാവുന്നിടത്ത് നമ്മളാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നന്നായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഒരു പവിത്രമായിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ ജയൻ ചേട്ടനെ പോലെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിന് അവസരം തന്ന മലയാള മനോരമയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതുപോലെ പവിത്ര ചേച്ചി, നിങ്ങളുടെ ഈ ആദ്യം ചടങ്ങ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പാട്ട്, മ്യൂസിക് എല്ലാവരുടെയും വളരെ നല്ലതായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ ബുക്ക് വരിക ഗന്ധർവ ഗായിക എന്നുള്ള ചേട്ടൻ്റെ ബുക്ക് ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ച ഒരാളാണ്. അത്രയും ഇഷ്ടപ്പെട്ട്, കാരണം ഒന്നാമത് ദേവരാജൻ അപ്പൂപ്പനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ദേവരാജൻ അപ്പൂപ്പൻ്റെ അടുത്തുനിന്ന് കുറച്ച് പാട്ടുകൾ നേരിട്ട് പഠിക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രോഗ്രാംസിൽ പാടാനും അവസാനം ചെയ്ത ആൽബത്തിൽ പാടാനും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്ന ഒരാളാണ്. അപ്പോൾ ദേവരാജൻ അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ജയൻ ചേട്ടൻ്റെ ഏറ്റവും സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഒരു പതിപ്പാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള പവിത്ര ശേഷി പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ണാടി. ദേവരാജൻ അപ്പൂപ്പൻ എന്താണോ അതാ ശരിക്കും നമുക്ക് ഈ ബുക്കിനകത്ത് വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു അതിശയോക്തിയോ ഒന്നും ഇതിനകത്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള
അദ്ദേഹം എങ്ങനെയാണോ പാട്ടുകൾ, ഓരോ പാട്ടുകളെയും അല്ലേ ഒരേ രാഗം തന്നെ പല പാട്ടുകളിലും വരുമ്പോൾ ഉള്ള വ്യത്യാസവും അത് സാധാരണ ആൾക്കാർക്ക് പോലും വായിച്ചാൽ നമുക്ക് ഒട്ടും ഒരു ബോറടിക്കാത്ത രീതിയിൽ അത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഒരു ചില പാട്ടുകൾ പിറവിയെടുക്കുന്നത് ജയൻ ചേട്ടൻ കാണാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിഷ്ഠകളും ചില അതൊക്കെ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവും എല്ലാം. പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു കാരുണ്യവും മനുഷ്യത്വവും എല്ലാം അത് അങ്ങനെയാണെന്ന് പറയാതെ ഉള്ള ആ സംഭവങ്ങളെല്ലാം വെച്ച് നമുക്ക് ദേവരാജ് പപ്പനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അത്രയും അടുത്തറിഞ്ഞ ഒരാൾക്കേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അത് ജയൻ ചേട്ടന് എന്താ പറയുക, ഇതിലും ഭംഗിയായിട്ട് ഒരു ജീവചരിത്രം ഞാൻ ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ജീവചരിത്രമാണ്, എന്നാൽ ജയൻ ചേട്ടൻ്റെ ഒരു സംഗീത യാത്രയും കൂടിയാണ് അല്ലേ. ചേട്ടൻ ഒരു എൻജിനീയറിംഗ് കുടുംബത്തിൽ ജനിച്ചിട്ട് എൻജിനീയറിംഗ് പഠിക്കേണ്ടി വന്നു. പക്ഷേ മനസ്സിന് മുഴുവനും സംഗീത സംവിധാനം ആകാമെന്നുള്ളൊരു സ്വപ്നമാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്ന് നിൽക്കുന്ന ഈ ഒരു ജൈത്രയാത്രയും അത് എങ്ങനെയാണ് അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും എല്ലാം അതൊരു ഗായിക എന്ന രീതിയിൽ അത് ഭയങ്കര ഇൻസ്പയറിങ്ങുമാണ്. നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച്, അതായത് ജയൻ ചേട്ടൻ്റെ ഒരു മനസ്സ് ഇതിനകത്തുണ്ട്, ചേട്ടൻ്റെ ഒരു സംഗീതയാത്രയുണ്ട്, അനുഭവങ്ങളെല്ലാം ഉണ്ട്. ദേവരാജ് അപ്പൂപ്പൻ്റെ ജീവചരിത്രമാണോ എന്ന് ചോദിച്ചാൽ അതാണ്. ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധവും കൂടിയാണ്, ഗുരു സമർപ്പണമാണ്. ഇതിൻ്റെ ഏറ്റവും ഇതിൽ അവസാനം വരുന്ന വരികളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വായിച്ചു. അത് വിളക്കും വഴിയും അങ്ങ്, പാദങ്ങൾ മാത്രം എൻ്റേത്. അത് ഇതിനെക്കാട്ടിലും മനോഹരമായിട്ട് ഒരു അല്ലേ ഗുരുവിനെ നമുക്ക് ഗുരു എന്താണോ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, വിവരിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടന് ഞാൻ എനിക്കൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സാഹിത്യം, അത് ഒരു സാഹിത്യ രചനയാണ്. അപ്പോൾ ചേട്ടൻ അതിന് മുമ്പേ അങ്ങനെ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ, അതോ ഇങ്ങനൊരു ദേവരാജ് അപ്പൂപ്പനെ കുറിച്ചൊരു ഇങ്ങനൊരു ജീവചരിത്രം എഴുതണം എന്നുള്ള ഒരു പ്ലാൻ മുമ്പ് ഉണ്ടായിരുന്നോ, അതോ എങ്ങനെയാണ് അതിലേക്ക് ഇങ്ങനൊരു പിറവി, ഈ ഒരു ബുക്കിൻ്റെ പിറവിക്ക് പിന്നിലുള്ളൊരു കഥ? ഞാൻ വടകരയിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രാജേന്ദ്രൻ ഇടത്തുങ്കരയെ കാണുന്നത്. അദ്ദേഹം മലയാളം പ്രൊഫസറാണ്, വലിയൊരു പ്രതിഭയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ കാണുമ്പോൾ അതുപോലെ തന്നെ ഭാനുപ്രകാശ്, ഇവരെല്ലാം എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരാണ്. അന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഭാനു മലയാള അധ്യാപകനാണ്. അപ്പോൾ ഇവർ രണ്ടും നല്ല സുഹൃത്തുക്കൾ, കൂട്ടുകാരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയൻ ചേട്ടാ, ദേവരായ മാസ്റ്ററെ പറ്റി ഒരു പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരെ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ രാജേന്ദ്രൻ്റെയും ഭാനുവിൻ്റെയും ഒരു ഇൻസ്പിറേഷനിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ രാജേന്ദ്രനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് അതിനെ പാറ്റേണൈസ് ചെയ്തത് ഒക്കെ രാജേന്ദ്രനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്നുള്ള ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരക്ഷരം പോലും എഴുതാനുള്ള പേഷ്യൻസ് ഇല്ല. അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ പേഷ്യൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് എൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ പേര് സ്മൃതിതൻ ചിറകിലേറി എന്നാണ്. അത് ഒരു 25 ചാപ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ ലൈഫിൻ്റെ കുറേ ഇൻസ്റ്റൻസസ് ആണ്. അത് നമ്മുടെ മക്കൾക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ്, പല കാര്യങ്ങളും അറിയാനും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൃദയാർദ്രമായിട്ടുള്ള, എൻ്റെ ജീവിതത്തിലെ ഒരു ഹൃദയാർദ്രമായിട്ടുള്ള മോമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് പറയാം. അപർണ ചോദിച്ചാൽ, അതായത് ഏതോ 1960s ഏതോ ഒരു റെക്കോർഡിങ് നടക്കുക. അവിടെ യേശുദാസ് സാറുണ്ട്, ദേവരായ മാസ്റ്ററുണ്ട്, പാട്ടെഴുതുന്ന വയലാറുണ്ട്, എല്ലാവരും ഉണ്ട്. ശശിയേട്ടൻ ഭരണിയിലാണെന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു സ്റ്റുഡിയോയിൽ, ഭരണി പോലുള്ള ഏതോ ഒരു സ്റ്റുഡിയോയിൽ ചെന്നൈയിലാണ്, അന്നത്തെ മദ്രാസിലാണ് റെക്കോർഡിങ് നടക്കുന്നത്. അവിടെ ഞാനും ഉണ്ട്. 1960s. അപ്പോൾ 1960s ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എത്ര പ്രായമാവും? നല്ല പ്രായമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ
1960s അങ്ങനെ ആ സ്റ്റുഡിയോയിൽ നിൽക്കുന്നു. അപ്പോൾ ദേവരായ മാസ്റ്റർ ദാസാറിന് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ദാസാറിൻ്റെ രൂപം ഇപ്പോഴത്തെ പോലെ ഒരുപാട് താടിയൊക്കെ ഉള്ള ആളല്ല, ഫുൾ ഷേവ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ഇത് ദാസേട്ടനാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വയലാർ നല്ല ചിരിയോടെ നിൽക്കുന്നുണ്ട്. ദേവരായ മാസ്റ്റർ കർക്കശ ബുദ്ധിയോടുകൂടി ഈ പാട്ട് കൃത്യമായിട്ട് ദാസാർ പഠിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നു. നിത്യകാമുകി ഞാൻ നിൻ മടിയിലേ എന്നുള്ള പാട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ദാസാർ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേവരായ മാസ്റ്റർ പറയുന്നു, മൃദുലാങ്കുലീലേ എന്ന് പറഞ്ഞു. അപ്പോൾ ദാസാർ പാടുന്നു, മൃദുലീലേ എന്ന് ദാസാർ പാടുന്നു. അപ്പോൾ മാസ്റ്റർ പറയുന്നു, അങ്ങനെയല്ല, ആ മൃദു അത് കുറച്ചുകൂടെ മൃദുവാവണം, അങ്ങനെ പാടണം എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് കണ്ട്, ഓ എന്തൊരു വലിയ ഭാഗ്യമാണ് ഇതെനിക്ക് കാണാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ അടിക്കുന്നു. ഒരു മൊബൈൽ ഫോണാണ്. 1960s ഒരു മൊബൈൽ ഫോൺ അടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ആരിപ്പോൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ, എൻ്റെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗെറ്റ് ഔട്ടാണ്, അപ്പം തന്നെ വെളിയിലാകും. അപർണ പാടാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയാണ്. അപ്പോൾ ഇതാരാണ് ഈ സമയത്ത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ മ്യൂസിക് എന്നൊക്കെ എനിക്കും ദേഷ്യം വരുന്നുണ്ട്. ദേവരായ മാസ്റ്ററുടെ വിധം മാറും. ദേവരായ മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ്, പല പ്രാവശ്യം എന്നെ വെളിയിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ നീ ഇറങ്ങിപ്പോ എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്ന് ഈ ചെയറിൽ വന്ന് ഇപ്പോൾ ഇരിക്കണേ. അത് എന്നെ അന്ന് അദ്ദേഹം ഇറക്കി വിട്ടതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റണേ. അപ്പോൾ ദേവരായ മാസ്റ്റർ കുറച്ച് ടെൻഷനാവുന്നുണ്ട്, ദാസാറും ടെൻഷനാവുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരുന്ന വയലാർ സാറും ടെൻഷനാവുന്നുണ്ട്, എല്ലാവരും ടെൻഷനാവുന്നുണ്ട്, ഞാനും ടെൻഷനാവുന്നുണ്ട്, അവിടുത്തെ എൻജിനീയറും ടെൻഷനാവുന്നുണ്ട്. വല്ലാത്ത ടെൻഷൻ ഇങ്ങനെ ഈ ഫോണിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴും നോക്കുമ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നാണല്ലോ ഈ കോൾ. എനിക്ക് പേടിയാണ്. എനിക്ക് ദേവരായ മാസ്റ്ററെ നോക്കാൻ വയ്യ, ദാസാറിനെ നോക്കാൻ വയ്യ, വയലാറിനെ നോക്കാൻ വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓ എൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഞാനൊരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി 1 മണിക്കോ 2 മണിക്കോ കണ്ടൊരു സ്വപ്നമായിരുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് കോറിലേറ്റ് ചെയ്യും പല സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫോൺ വന്ന് ഞാൻ ഫോൺ എടുത്തു രാത്രി 2 മണിക്ക്. അപ്പോൾ ആരാണിത് 2 മണിക്ക്? അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഗായകൻ സന്തോഷ് കേശവാണ്. അപ്പോൾ സന്തോഷ് ഈ സമയത്ത് എന്തിനാണ് വിളിക്കണത് എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തപ്പോൾ സന്തോഷ് പറഞ്ഞു, ദേവരായ മാസ്റ്റർ പോയി എന്ന്. അപ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ ഗുരുനാഥൻ എന്നോട് പറയുകയായിരുന്നു ആ സ്വപ്നത്തിലൂടെ, ഞാൻ പോവുകയാണ്, യു കണ്ടിന്യൂ യുവർ ജേർണി ആൻഡ് ദാറ്റ് ഐ ആം വിത്ത് യു എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിരിക്കുന്ന അനുഭവം, എനിക്ക് തന്നിരിക്കുന്ന സമ്മാനം. അതാണ് എൻ്റെ ജീവിതം. അദ്ദേഹമാണ് അർഘ്യമാണ് ഈ ജന്മം, എൻ്റെ സംഗീതമാണ് എൻ്റെ ദക്ഷിണയാണ് ഞാനാണ് ദക്ഷിണ. അതാണ് എൻ്റെ സത്യം. മനോഹരമായിട്ടുള്ള വരികൾ.